guys, welcome back to Mayapara. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ AI ഇന്റലിജൻസിന്റെ ഒരു ഫുൾ വാക്ക് ത്രൂ ആണ്. എങ്ങനെയാണ് ഇത് നമ്മുടെ ഐഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകും. ആദ്യത്തെ ഫീച്ചർ റൈറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്ന ഫീച്ചറാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഇമെയിലോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാമെന്ന് വെച്ചോ, നമുക്ക് ആ ഒരു മെസ്സേജ് ഇച്ചിരി കൂടെ പ്രൊഫഷണൽ ടോണിൽ നമുക്ക് അത് വരുത്താൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന രീതി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ അത് വേണമെങ്കിൽ ഇച്ചിരിയും കൂടി ഒരു സോഫ്റ്റൻ ചെയ്ത് അത് നമുക്ക് റീജനറേറ്റ് ചെയ്ത് തരും. അതപ്പോൾ ആപ്പിൾ AI റീജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു കണ്ടന്റ് റിവ്യൂ ചെയ്തിട്ട് അത് നമുക്ക് വേണേൽ സെൻഡ് ചെയ്യാം. അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ വലിയൊരു ആർട്ടിക്കിൾ ഈ ഒരു റൈറ്റിംഗ് ടൂളും കൊണ്ട് നമുക്ക് വേണേൽ സമറൈസ് ചെയ്യാൻ പറ്റും. എനിവേ, അത് രണ്ടിന്റെയും ഡെമോ നമുക്കൊന്ന് കാണാം. നമുക്ക് റൈറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ആപ്പിൾ ആപ്ലിക്കേഷൻ എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു ഡെമോയ്ക്ക് വേണ്ടി നോട്ട്സ് ഉപയോഗിച്ചുമോ നോക്കാം. ഇവിടെ ഞാനൊരു മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. Hi team, could you please share an update on the task you're currently working on? ഈ ഒരു മെസ്സേജ് ചിലപ്പം ഭയങ്കര ഡയറക്റ്റ് ആയിരിക്കും, അപ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ഇതിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്താം. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഹൈലൈറ്റ് ചെയ്തിട്ട് എനിക്ക് രണ്ട് ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്, റീറൈറ്റ് അല്ലെങ്കിൽ ആപ്പിൾ AIയുടെ ഒരു ലോഗോ. നമുക്ക് റീറൈറ്റ് ഒന്ന് ഞെക്കാം. ഞാൻ റീറൈറ്റ് ഞെക്കുമ്പം ഇറ്റ് ട്രൈസ് ടു മേക്ക് എൻ അസസ്മെന്റ് ടു സീ ഇഫ് എനി ചേഞ്ചസ് നീഡ് ടു ബി മെയ്ഡ്. മെയിൻലി അത് നോക്കുന്ന ഗ്രാമറിനാണ്. ഇനി നമുക്ക് നമ്മുടെ ആപ്പിൾ ഇന്റലിജൻസിന്റെ ലോഗോയിൽ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് റൈറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ്. ഇതിൻ്റെ അകത്ത് പ്രൂഫ് റീഡർ, റീറൈറ്റ്, ഫ്രണ്ട്ലി, പ്രൊഫഷണൽ എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഓൾറെഡി ഇവിടെ സെലക്റ്റഡ് ആണ്. നമുക്ക് പ്രൊഫഷണൽ ഒന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഹായ് ടീം, കുഡ് യു പ്ലീസ് പ്രൊവൈഡ് ആൻ അപ്ഡേറ്റ് ഓൺ ടാസ്ക് യു ആർ കറന്റ്ലി വർക്കിംഗ് ഓൺ. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും നമുക്ക് എന്തുവാണ് ഈ ഒരു ടെക്സ്റ്റ് ആക്കേണ്ടതെന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. റീറൈറ്റ് ദിസ് ഇൻ എ ഫ്രണ്ട്ലി ആൻഡ് പ്രൊഫഷണൽ ടോൺ. And അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ട്രൈ ടു റീജനറേറ്റ് ദ മെസ്സേജ് ലൈക്ക് ദിസ്. Hello team, I hope you're all doing well. Could you kindly provide an update on the task you're currently focusing on? Thank you, Shaili. കുറേ രീതിയിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ റീജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അത് ഉപയോഗിച്ച് വേണം നമുക്ക് മെസ്സേജ് അയക്കാം. വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ആർട്ടിക്കിളൊക്കെ സമറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ നമ്മുടെ സഫാരി പോയി കഴിഞ്ഞിട്ട് ന്യൂയോർക്ക് ടൈംസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ ഞാൻ പോയിട്ട് ആദ്യത്തെ ആർട്ടിക്കിൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഷോ റീഡറിൻ്റെ അകത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ഫുൾ ആർട്ടിക്കിൾ. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഹാഫ് ആർട്ടിക്കിളേ ഇവിടെ ലോഡ് ആയിട്ടുള്ളൂ. അപ്പോൾ എനിവേ, നമുക്കിതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഓപ്ഷൻസ് വരും, റൈറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞ്. അത് നമുക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് പറയും എന്തുവാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് നമുക്ക് വേണം ഇത് ചോദിക്കാം. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റും, സമറൈസ് ദിസ് ഫോർ എ 10-second റീഡ്. ആൻഡ് അങ്ങനെ നമ്മൾ പറയുമ്പം ഇത് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ബ്ലോഗിൽ ഇത് തരും. Cash Patel, directors reshaping the agency by pushing out senior executives using polygraph tests to curb leaks and focus on immigration. രണ്ടാമതായിട്ടുള്ള ഫീച്ചറിന്റെ പേര് ഇമേജ് പ്ലേഗ്രൗണ്ട് ആണ്. ബേസിക്കലി ഇത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു പ്രോംപ്റ്റ് ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു മെസ്സേജ് നമ്മുടെ ഫോട്ടോ ഒക്കെ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ ഒരു ഫീച്ചറാണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ ഒരു ഡെമോ കാണാം. നമ്മുടെ സെർച്ചിൽ പ്ലേഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ഇവിടെ നമുക്ക് കുറച്ച് സജഷൻസ് അവർ തരുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന ജസ്റ്റ് ഒരു റാൻഡമായിട്ടൊരു വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്രിയേറ്റ് എ വാൾപേപ്പർ വിത്ത് കേരള തീം എന്നിട്ട് നമ്മളിവിടെ ഒന്ന് സെൻഡ് ചെയ്യണം. അപ്പം ചില സമയത്ത് നമ്മൾ നമ്മുടെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യുമ്പം ഇറ്റ് ഡസൻറ്റ് ഓൾവേസ് വർക്ക് ആൻഡ് നമ്മൾ പിന്നെയും റീട്രൈ ചെയ്യണം. ഇതൊരു ബേറ്റ ആപ്ലിക്കേഷൻ ആണ് ഇപ്പോഴും, സോ ഇറ്റ്സ് നോട്ട് ഫുള്ളി ദെയർ യെറ്റ്. പക്ഷെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് ഇമേജസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഇതിൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 3 dots ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഇമേജ് നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിൽ സേവ് ചെയ്യാൻ പറ്റും, അല്ലെ അത് ഷെയർ ചെയ്യാനും നമുക്ക് വേണേൽ പറ്റും. മൂന്നാമതായിട്ടുള്ള ഫീച്ചറിന്റെ പേര് ജെൻമോജി എന്നുള്ളതാണ്. ജെൻമോജി ഏകദേശം ഇമേജ് പ്ലേഗ്രൗണ്ട് തൊട്ട് തന്നെയാണ്, പക്ഷെ നമുക്കിത് ഉപയോഗിക്കുന്ന ഇച്ചിരിയും കൂടെ iMessage ഒക്കെ അയക്കുമ്പം ഒരു ഇമോജി പോലെ ഇമോജി ഉണ്ടായിരുന്നല്ലോ പണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഫേസ് ഉപയോഗിച്ച് ആ ഒരു ഇമോജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ഡെമോ നമുക്കിപ്പോൾ കാണാം. ഈ ജെൻമോജി എന്ന് പറഞ്ഞൊരു ഫീച്ചർ സത്യം പറഞ്ഞാൽ ഇമേജ് പ്ലേഗ്രൗണ്ട് തൊട്ട് തന്നെയാണ്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ജെൻമോജി ഉപയോഗിച്ച് നമ്മുടെ സ്റ്റിക്കർ പോലെ നമുക്ക് iMessageലോ അല്ലെ വാട്സാപ്പിലോ അയക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മെസ്സേജിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇമോജി ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ റൈറ്റ് സൈഡ് ജെൻമോജി എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതൊന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം me showing tears rolling down my face. And then ഇത് പറയുന്നത് choose the person ആണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമുക്ക്
എൻ്റെ ഫേസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡൺ ഞെക്കാം. ആൻഡ് ഇമേജ് പ്ലേ ഗ്രൗണ്ട് തൊട്ട് തന്നെ ഈ ഒരു സംഭവം ജനറേറ്റ് ചെയ്യും. പക്ഷേ ഇച്ചിരിയും കൂടെ തന്നെ ഒരു സ്റ്റിക്കർ രീതിയിലാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറച്ച് ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ചിലത് ഇറ്റ് ഡസന്റ് ഈവൻ മേക്ക് സെൻസ്. എൻ്റെ ടിയർ അപ്പുറത്തെ കണ്ടത്തിലും കണ്ടിരിക്കുക. ഇതും അതേപോലെ തന്നെ. വാട്ട് ഈസ് ദിസ് മീ ഷോയിങ് ദ ടിയർ? ഓക്കെ, ദാറ്റ്സ് ഓൾസോ എ ഗുഡ് വൺ. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരാൾക്ക് ജസ്റ്റ് അയച്ചു കൊടുക്കാൻ പറ്റും. അവസാനമായിട്ടുള്ള ഫീച്ചറിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ വിഷ്വൽ ഇൻ്റലിജൻസ് ആണ്. അതായത് നമുക്കിപ്പം ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു ഐറ്റം സ്കാൻ ചെയ്തിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് വേണേൽ ചോദിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ഡെമോ കാണാം. അപ്പോൾ വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇനേബിൾ ചെയ്യണമെങ്കിൽ നമ്മുടെ iPhone 16 ക്യാമറ ബട്ടൺ സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞങ്ങൾക്ക് iPhone 15 Pro ആണെങ്കിൽ കസ്റ്റം ബട്ടണും നമുക്ക് വേണേൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിവേ ഞാനിപ്പോൾ തൽക്കാലം iPhone 16 കാണിച്ചു തരാം. നമ്മുടെ ക്യാമറ ബട്ടൺ ഹോൾഡ് ഡൗൺ ഫോർ ലൈക്ക് എ ഫ്യൂ സെക്കൻഡ്സ്. സോ അത് ഒരു 2 സെക്കൻഡോളം ഹോൾഡ് ചെയ്യുമ്പം ഒരു സീരി രീതിയിൽ അതിൻ്റെ എഡ്ജുകൾ വരും. അപ്പോൾ നമുക്കതൊന്ന് കാണാം. കണ്ടില്ലേ? അപ്പോൾ ആ ഒരു സീരി രീതിയിലാണ് വന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു മൗസ് എന്തുവാണെന്ന് ഇതിൻ്റെ പേരറിയത്തില്ല. അത് വേണേൽ നമുക്ക് ഒന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഇതിൽ നമുക്ക് 2 കാര്യങ്ങൾ ഓപ്ഷൻസ് ഉണ്ട്, ആസ്ക് ഓർ സെർച്ച്. ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്ന സെർച്ച് എന്നാണ്. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു മൗസിൻ്റെ പേരും ഇൻഫർമേഷനും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇച്ചിരി കൂടി ഉപയോഗം വരുന്നത് ഇപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫോട്ടോ ഇങ്ങനെ ക്വിക്കായിട്ട് എടുത്തിട്ട് റെസ്റ്റോറൻറ്റ് റിവ്യൂ നമുക്ക് വേണേൽ കാണാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സംഭവം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതേപോലെ തന്നെ ഒരു ഗാഡ്ജറ്റ് ഉപയോഗിച്ച് അതിൻ്റെ പേരറിയത്തില്ലെങ്കിൽ അങ്ങനെ നമുക്ക് വേണേൽ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തൽക്കാലം